ഹായ്. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എന്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് എക്സസ് ആയിട്ടുള്ള ഷുഗറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ 100 mg/dL മുകളിൽ പോവാതെ കീപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മുടെ ശരീരം ഈ പറയുന്ന ഷുഗർ 100 mg/dL മുകളിൽ പോവാതെ കീപ്പ് ചെയ്യുന്നു? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗറാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. കാരണം എക്സസ് ഷുഗർ ഇൻ ദ ബ്ലഡ് ഈസ് ടോക്സിക്. ഷുഗറാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ നെർവ്സിന് ഡാമേജ്, അതുപോലെ ഒപ്റ്റിക്കൽ നെർവ് ഡാമേജ്, ഹാർട്ട് ഡിസീസ്, അതുപോലെ ഇൻഫ്ലമേഷൻ. സോ ഇതിനെല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് ഷുഗറാണ്. സോ ഷുഗർ എന്ന് പറയുമ്പോൾ ടേബിൾ ഷുഗർ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ടേൺസ് ഇൻ ടു ഗ്ലൂക്കോസ്, ബേസിക്കലി ടേൺസ് ഇൻ ടു ഷുഗർ. 3 ഫ്യൂൾ സോഴ്സാണ് ഉള്ളത്: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനും ഫാറ്റും. സോ കാർബോഹൈഡ്രേറ്റ്സ് അല്ല നമ്മുടെ ബോഡിയുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഫ്യൂൽ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ബോഡിയുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഫ്യൂൽ എന്ന് വെച്ചിട്ട്. സോ അതങ്ങനെയല്ല. കാരണം ഉദാഹരണത്തിന് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. സോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും കൂടുതൽ ഡാമേജ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക, ദ എക്സസ് ഗ്ലൂക്കോസ്. സോ ഇറ്റ് നീഡ് ടു ബി ക്ലിയർ ഔട്ട് ഫസ്റ്റ്. ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മുടെ ശരീരത്തിൽ മോർ ദാൻ ഒരു 50,000 കാലറീസ് ഓഫ് സ്റ്റോർഡ് ഫാറ്റ് ഉണ്ട്. സോ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു 2,000 to 3,000 കാലറീസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഷുഗർ ഉള്ളത്. സോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഈ നമ്മുടെ ശരീരം ആക്ച്വലി ഇത്രയും വലിയൊരു ഹ്യൂജ് ഫാറ്റ് റിസർവാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഡീടോക്സിഫൈങ് ഹോർമോണാണ്, അതായത് നമ്മുടെ എക്സസീവ് ആയിരുന്ന ഷുഗറിനെ ക്ലിയർ ചെയ്യുന്ന ഹോർമോൺ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം കീറ്റോൺസ് റൺ ചെയ്യാൻ പറ്റും. സോ കീറ്റോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം 100% കീറ്റോൺസിൽ വർക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇല്ല. സോ 85% കീറ്റോൺസിലും അതുപോലെ 15% ഗ്ലൂക്കോസിലാണ് വർക്ക് ചെയ്യുക. കാരണം നമ്മുടെ സെർട്ടൻ പാർട്ട് ഓഫ് ദ ബോഡി റിക്വയർസ് ഗ്ലൂക്കോസ്. സോ ഉദാഹരണത്തിന് നമ്മുടെ സെർട്ടൻ പാർട്സ് ഓഫ് ബ്രെയിൻ, അതുപോലെ തന്നെ കിഡ്നി, സോ അതുപോലെ തന്നെ ലെൻസ് ആൻഡ് ഐസ്, സോ അതുപോലെ തന്നെ സ്പേം. സോ ഇതിനെല്ലാം ഗ്ലൂക്കോസ് വേണം. ഓക്കെ, സോ ആ ഗ്ലൂക്കോസ് നമുക്ക് ആക്ച്വലി നമ്മുടെ ഗ്ലൂക്കോനിയോജനസിസ് വഴി കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഡയറ്ററി ഫാറ്റും പ്രോട്ടീനും തന്നെ കിട്ടും. സോ യു ഡോണ്ട് നീഡ് എൻ എക്സ്റ്റേണൽ ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്സ്.